ഗലാത്യ ലേഖനം 3-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. 3-ാം അധ്യായം വന്നതോടെ ആദ്യത്തെ 2 അധ്യായത്തിൽ നല്ല ഒരു ഇൻട്രൊഡക്ഷൻ റെഡിയാക്കിയിട്ട് പിന്നെ അങ്ങ് ഡയറക്റ്റ് ആയിട്ട് അവരെ ആദ്യം തയ്യാറാക്കി, അത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യുന്ന നമ്മൾ കാണുന്നു. ഇത് വേദപുസ്തകത്തിന്റെ ഒരു മാതൃകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ, ദാവീദ് പാപം ചെയ്തപ്പോൾ നാഥാൻ വന്ന് ഡയറക്റ്റ്ലി വന്ന് നീ പാപിയാന്നല്ല പറഞ്ഞേ. ദാവീദിന്റെ മനസ്സിലുള്ള ആ നീതിബോധം അതിനെ ആദ്യം അങ്ങോട്ട് ഉണർത്തി. അത് കഴിഞ്ഞ് ഈ പാപം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് ആ വ്യക്തി നീ എന്ന് പ്രവാചകൻ പറഞ്ഞത്. പുതിയ നിയമം ഇതേ മാതൃകയാണ് ഫോളോ ചെയ്യുന്നത്. ഇത് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കാരണം നമ്മുടെ സംസാര രീതിയൊക്കെ വളരെ ചേഞ്ച് ചെയ്യണം. അപ്പൊ തെറ്റായ വഴിയിൽ പോകുന്ന വിശ്വാസികളെ ആദ്യമേ ഇൻട്രൊഡക്ഷൻ എല്ലാം കൊടുത്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചെയ്യേണ്ടത് ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. അപ്പൊ 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കെട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ. അപ്പൊ ഡയറക്ട്ലി അവരുടെ കുറ്റം പറഞ്ഞെങ്കിലും മറ്റുള്ളവരെ കുറിച്ചാണ് പറഞ്ഞാണ് തുടങ്ങുന്നത് ലക്ഷ്യോന്മുഖിയായ ചോദ്യം. അത് കഴിഞ്ഞ് 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ഇതൊരു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. ഇപ്പൊ ഡയറക്ട്ലി അവരോട് ചോദിക്കുന്നു. നാച്ചുറലി ഗലാത്യയിലുള്ള വിശ്വാസികൾ തുറന്ന് സമ്മതിച്ചേ പറ്റൂ, ആത്മാവ് ലഭിച്ചത് വിശ്വാസത്തിനാലെയാണ്, അല്ലാതെ അവർ ന്യായപ്രമാണം ആചരിച്ചുകൊണ്ട് അല്ലെ ന്യായപ്രമാണത്തിന്റെ റിക്വയർമെന്റ് ഒന്നും ഫുൾഫിൽ ചെയ്തത് കൊണ്ടല്ല. 3-ാം വാക്യത്തിൽ പിന്നെയും ഇതുപോലെ തന്നെ ലക്ഷ്യോന്മുഖിയായ ചോദ്യമാണ്. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത് ഇതെല്ലാം വെറുതെ അനുഭവിച്ചുവോ? ഈ 2 ചോദ്യങ്ങളാണ്. ആക്ച്വലി രണ്ടിനും ഒരു ലക്ഷ്യമുണ്ട്. വിശ്വാസികളായ നാം ലക്ഷ്യോന്മുഖിയായ ചോദ്യം ചോദിച്ചു പഠിക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞു. കൈസർക്ക് കരം കൊടുക്കുന്ന ഉചിതമോ എന്ന് ചോദിച്ചപ്പോൾ കരത്തിന്റെ ഒരു നാണയം കാണിക്കാൻ പറഞ്ഞു. കർത്താവിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, നാണയം കൊടുത്തു. കർത്താവ് ഒരു ടാക്സ് പേയിങ് യഹൂദനായതുകൊണ്ട് കർത്താവിന് അറിയാമായിരുന്നു ആ നാണയം എന്താണെന്ന്. എന്നാൽ കർത്താവ് ലക്ഷ്യോന്മുഖിയായ ചോദ്യം കർത്താവിനെ ട്രാപ്പ് ചെയ്യാൻ വന്ന ആളുകളോടാണ്. ഇത് ആരുടെയാണ് ഈ രൂപം? ഇത് കൈസറിന്റെ. ഇന്ന് കൈസർക്കുള്ളത് കൈസർക്ക്, കർത്താവിനുള്ളത് കർത്താവിന്. ഇപ്പൊ വിശ്വാസികൾ ലക്ഷ്യോന്മുഖിയായ ചോദ്യം ചോദിക്കാൻ പഠിക്കണം എന്ന് ഞാൻ പിന്നെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ആഴ്ച എനിക്ക് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായി. മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും യുക്തിവാദികർക്ക് എതിരെ ഞങ്ങൾ ഒത്തിരി വീഡിയോസ് ഇറക്കുന്നുണ്ട്, വളരെ ലഘുവായ വീഡിയോസ് ഇറക്കുന്നുണ്ട്. അതിനു വേണ്ടി, അങ്ങനെയുള്ള ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു സഹോദരൻ കഴിഞ്ഞ ആഴ്ച എന്നെ ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഓൾമോസ്റ്റ് അവസാനമായപ്പോൾ പുള്ളി എന്നോടൊരു ചോദ്യം ചോദിച്ചു. സ്നേഹം നിറഞ്ഞ ദൈവം നിയന്ത്രിക്കുന്ന ഒരു ലോകത്തിൽ തിന്മ എന്തുകൊണ്ട്, വേദന എന്തുകൊണ്ട്? ഇത് നമ്മളെല്ലാം കേൾക്കുന്ന ഒരു ചോദ്യമാണ്. കേട്ട് കഴിയുമ്പോഴത്തേക്ക് സാധാരണ വിശ്വാസികൾ പേടിച്ചു പോകും. അത് കഴിഞ്ഞ് അതിനൊരു 100 ന്യായം പറയാൻ നോക്കും. അങ്ങനെ ചെയ്തതിന് പകരം ഞാൻ ഒരു ലക്ഷ്യോന്മുഖിയായ ചോദ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. സ്നേഹം നിറഞ്ഞ ഒരു ദൈവം ഭരിക്കുന്ന ലോകത്തിൽ തിന്മ ഉണ്ടാകത്തില്ല, വേദന ഉണ്ടാകത്തില്ലെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. അതിനെന്താ തെളിവ്? അങ്ങനെ ഒരു ലക്ഷ്യോന്മുഖിയായ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ ഇന്റർവ്യൂ ചെയ്ത ആള് ഷോക്ക്ഡ് ആയിപ്പോയി. പുള്ളി ഇതിനു മുമ്പ് ഒത്തിരി ക്രിസ്ത്യാനികളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. ചോദിക്കുമ്പോഴത്തേക്ക്, അത് കേൾക്കുമ്പോഴത്തേക്ക് ക്രിസ്ത്യാനികൾ ഈ അഭ്യാസം കാണിക്കുക. ഇത് ഡയറക്ട്ലി കൗണ്ടർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പറയാനൊന്നുമില്ല.
ഞാൻ ചോദിച്ചു, നിങ്ങൾ പറയുന്ന രീതിയിലാണോ സ്നേഹം നിറഞ്ഞ ഒരു ദൈവം ഈ ലോകത്തെ ഭരിക്കേണ്ടത്? ആദ്യം നിങ്ങൾ അത് തെളിയിക്കുക, അത് കഴിഞ്ഞ് ഞാൻ അതിന് മറുപടി പറയാം. ദൈവവചനം ഓർപ്പിക്കുന്നത് നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും പ്രതിവാദം പറയാൻ ഒരുങ്ങിയിരിക്കണം എന്നാണ്. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് എവിടെ തെറ്റുണ്ട് അവിടെ ദൈവജനം പ്രതിവാദത്തിന് തയ്യാറായിരിക്കണം. ഭയം വേണം, ഭക്തി വേണം. അല്ലാതെ ഈ ദിവസങ്ങളിലെ ചിലര് വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുന്നവരെ തെറി വിളിക്കുന്നത് അത് വേദപുസ്തകത്തിന്റെ രീതിയല്ല. എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, തെറി വിളിച്ച് മലയാളത്തിലുള്ള ഏറ്റവും അശ്ലീലമായ പദങ്ങൾ പോലും നമ്മുടെ വേർപാട് സഹോദരന്മാര് ഇന്റർനെറ്റില് അവരെ എതിർക്കുന്നവർക്കെതിരെ പറയുന്നുണ്ട്. ദൈവജനം പറയുന്ന ഭയവും ഭക്തിയും പൂണ്ട് വേണം നമ്മൾ പ്രതിവാദം ചെയ്യേണ്ടത്. അത് പെട്ടെന്ന് ഓർപ്പിച്ചിട്ട് നമുക്ക് പ്രതിവാദത്തിലേക്ക് വരാം. ഒരു വിശ്വാസി അല്ല ഒരു വിശ്വാസ സമൂഹം ഉപദേശം വിട്ട് ദുരുപദേശത്തിലേക്ക് പോകുമ്പോൾ ആ വ്യക്തിയെ ഒരു ഉപദേശത്തിലേക്ക് മടക്കി കൊണ്ടിരുന്നത് നമ്മുടെ ചുമതലയാണ്. അങ്ങനെ മടക്കി കൊണ്ടിരുന്നതിന് ചില സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സില് അടുത്ത സ്റ്റെപ്പാണ് ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ ചോദിക്കുക. അതിൽ തന്നെ ആദ്യത്തെ ചോദ്യം തിരുവെഴുത്ത് ഡയറക്ട്ലി നിങ്ങൾ അങ്ങനെ ഒന്ന് ചോദിക്കുന്നതിന് പകരം ആര് നിങ്ങളെ ക്ഷുദ്രം ചെയ്തു എന്ന് ഡയറക്റ്റ് മറ്റുള്ളവരുടെ മേലിലോട്ട് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ വാക്യത്തിൽ ഡയറക്ട്ലി അവരോട് ചോദിക്കുന്നു. മൂന്നാമത്തെ വാക്യത്തിൽ ഡയറക്ട്ലി അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ബുദ്ധികെട്ടവരോ? ഒന്നാമത്തെ ചോദ്യം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നു. സമാപിക്കുന്നതെന്നാണ് മലയാളത്തിൽ, സമാപിക്കുവാന്നൊന്നാണ് അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. അപ്പൊ രണ്ടാമത്തെ ലക്ഷ്യോന്മുഖിയായ ചോദ്യം. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചോ? മൂന്നാമത്തെ ലക്ഷ്യോന്മുഖിയായ ചോദ്യം. ഇത് അവരുടെ ഹൃദയത്തെ ചെന്ന് സ്പർശിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. കാരണം നിങ്ങൾ എത്ര ബുദ്ധികെട്ടവരോ എന്ന് ചോദിക്കുമ്പോൾ അവർ ബുദ്ധിഹീനന്മാരെ പോലെ പ്രവർത്തിച്ചു എന്ന് വ്യക്തമാണ്. ആൻഡ് അവർ സമ്മതിച്ചേ പറ്റൂ, അവർ ചെയ്തത് റിയലി ബുദ്ധിഹീനമായ ഒരു കാര്യമായി പോയി. ആത്മാവ് കൊണ്ട് ആരംഭിച്ച ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നു. ഈ ഗലാത്യയിലുള്ള എല്ലാ വിശ്വാസികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചതോടെ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ മധ്യെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പല രീതിയിലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് പരിശുദ്ധാത്മാവ് തെളിയിച്ചു. അപ്പൊ ആത്മാവും കൊണ്ടാണ് അവർ ആരംഭിച്ചത്, വിശ്വാസം കൊണ്ടാണ് ആരംഭിച്ചത്. അതെല്ലാം കഴിഞ്ഞ് ഇനിയും പരിച്ഛേദന ഏൽക്കേണ്ട ആവശ്യമുണ്ട്. ജഡം കൊണ്ട് സമാപിക്കുന്നുവോ? കാരണം ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാം ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞല്ലോ എന്ന് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. പ്ലസ് ഗലാത്യയിലുള്ള വിശ്വാസികൾ അവരുടെ ക്രിസ്ത്യ വിശ്വാസത്തിന് വേണ്ടി യഹൂദന്മാരിൽ നിന്ന് കുറെയൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചു. ഈ ക്രിസ്തീയ വിശ്വാസം യഹൂദ മതം അല്ലെന്ന് യഹൂദന്മാർക്ക് അധികം താമസിക്കാതെ മനസ്സിലായി. ആക്ച്വലി ആദ്യ ബാച്ച് വിശ്വാസികൾ ഭൂരിഭാഗവും യഹൂദന്മാരായിരുന്നു. ആൻഡ് ഇത് യഹൂദന്മാരുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിരുന്നെന്നൊരു തെറ്റിദ്ധാരണ ആദ്യ യഹൂദന്മാർക്കുണ്ടായി. എന്നാൽ അധികം താമസിക്കാതെ ഇത് യഹൂദന്മാരുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ല. ഇവർ എല്ലാവരും ഇവരുടെ പശ്ചാത്തലത്തിൽ ഇവരെല്ലാം യഹൂദന്മാരാണെങ്കിലും ഇവർ ഈ പ്രഖ്യാപിക്കുന്ന സന്ദേശം ഇത് യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിന്റെ സന്ദേശമല്ല എന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ പീഡനം തുടങ്ങി. ഇത് അപ്പോസ്തല പ്രവൃത്തിയിലെ ആദ്യ അധ്യായങ്ങളായപ്പോഴത്തേക്ക് ഈ പീഡനങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. ആൻഡ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞത് അത് അനായാസമല്ലായിരുന്നു, അതിനൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞവർ അവരുടെ വസ്ത്രം ശൗലിന്റെ അടുത്ത് കൊണ്ട് വെച്ചു. ശൗൽ എങ്ങനെ പെട്ടെന്ന് അവിടെ വരുന്നത്? വരുന്നതെന്ന് പറഞ്ഞാൽ ശൗൽ അവരുടെ മധ്യെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സ്തേഫാനോസിനെ കൊന്നതിൽ ശൗലിന്റെ അനുമോദനം ഉണ്ടായിരുന്നെന്ന് വ്യക്തമാണ്. അനുമോദനം ഉണ്ടായിരുന്നെങ്കിൽ ശൗൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യഹൂദന്മാരെ
പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് വ്യക്തമാകും. അപ്പൊ അങ്ങനെ നമ്മൾ ഹിസ്റ്ററി പുറമോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്. പെന്തിക്കോസ്ത് നാൾ കഴിഞ്ഞ് അധികം താമസിക്കാതെ യഹൂദന്മാരുടെ മധ്യേ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ആളുകളെ പീഡിപ്പിച്ചു തുടങ്ങി. അതുകൊണ്ട് ഗലാത്യയിലെ യഹൂദന്മാരുടെ മധ്യേ സുവിശേഷം എത്തിക്കഴിഞ്ഞ് ആ സുവിശേഷം അംഗീകരിച്ച ആളുകള് അവർക്കും കുറെയൊക്കെ പീഡനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചു. അതൊരു വളരെ ബ്രീഫ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അതിന്റെ അർത്ഥം വ്യക്തമാകുന്നില്ല മലയാളത്തിൽ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഉദ്ദേശിക്കുന്ന അവിടെ ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത് ഇതാണ്: നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഒത്തിരിയും കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ആ അനുഭവിച്ചതെല്ലാം വെറുതെ ആണെന്ന് അനുഭവിച്ചു. എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത്? ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിക്കേണ്ടതായിരുന്നെങ്കിൽ ന്യായപ്രമാണത്തിനനുസരിച്ച് അങ്ങ് തുടർന്നാ മതിയായിരുന്നല്ലോ. പിന്നെ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പൊ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചതോടെ നിങ്ങൾ വളരെയധികം കഷ്ടം അനുഭവിക്കേണ്ടി വന്ന് ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചു. ദൈവാത്മാവ് ഇവിടെ ചോദിക്കുന്ന ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾക്ക് അവർ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞേ പറ്റൂ. അതുപോലെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായപ്രമാണത്തിൽ കൂടെയല്ല, വിശ്വാസത്തിൽ കൂടെയാണ്. അതിനുവേണ്ടി വളരെ വില കൊടുക്കേണ്ടി വന്നു. ആൻഡ് ഇന്ന് ആ കൊടുത്ത വിലയിൽ നിന്ന് ഓടി ത്യജിച്ചതിനെ തിരിച്ച് അംഗീകരിക്കുകയല്ല എന്ന് അവർ സമ്മതിച്ചേ പറ്റൂ. നമ്മുടെ ജീവിതത്തിലും ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മിൽ ഒരു നല്ല ശതമാനം ആളുകൾക്ക് നാം എന്ന് രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഓർമ്മയുണ്ട്. എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. ചിലർക്ക് എക്സാക്റ്റ് ടൈം ഓർമ്മയില്ല, എന്നാൽ അപ്രോക്സിമേറ്റ്ലി ഇന്ന സമയത്ത് എന്ന് ഓർമ്മയുണ്ട്. അങ്ങനെ ഞാൻ ഇന്ന സമയത്ത് രക്ഷിക്കപ്പെട്ടു, എക്സാക്ട് ഡേറ്റോ അപ്രോക്സിമേറ്റ് ഡേറ്റോ അത് ഓർത്തിരിക്കുന്നത് മാത്രം പോരാ, അത് പര്യാപ്തമല്ല. നമ്മൾ രക്ഷയിലേക്ക് വന്നെന്നും എങ്ങനെ വന്നെന്നും അത് എത്രയോ അത്ഭുതകരമായ ഒരു പുതിയ ജീവിതം നമുക്ക് നൽകി എന്ന് നമ്മൾ നമ്മെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഈ തിരുത്താഴത്തിന് മുൻപൊക്കെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം യാഗത്തെ ഓർക്കുന്നതിന്റെ, സ്തോത്രം ചെയ്യുന്നതിന്റെ ഒരു പർപ്പസ്, ഏക പർപ്പസ് എന്നല്ല ഞാൻ പറയുന്നത്, അതിന്റെ ഒരു പർപ്പസ് നമ്മുടെ രക്ഷ നമുക്ക് എന്ന് ലഭിച്ചു, അത് എത്ര വലിയ രക്ഷയാണ്, ഇങ്ങനെയുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്തു പോകണം. അതിനു വേണ്ടിയോടാണ് നമ്മൾ വാമൊഴിയായി സ്തോത്രം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തീയ വിശ്വാസം ഒരു നമ്മൾ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ പല മാറ്റങ്ങൾ വരുമെങ്കിലും അതിൽ ഒരു നല്ല ശതമാനം കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണുകയല്ല, നമ്മൾ വിശ്വാസത്താലെ മനസ്സിലാക്കുകയാണ്. 2 കൊരിന്ത്യർ 5:7 അക്കാര്യം വ്യക്തമാക്കുന്നു. 2 കൊരിന്ത്യർ 5:7 കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഗലാത്യയിലെ വിശ്വാസികൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ അത് ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു. ഒരു യുഗത്തിൽ നിന്ന് മറ്റൊരു യുഗത്തിലേക്ക് മാറ്റം വരുന്ന യുഗമായിരുന്നത് കൊണ്ട് കർത്താവ് പല രീതിയിലുള്ള അത്ഭുതങ്ങളിൽ കൂടെ
യെസ്, മാറ്റം വന്നിട്ടുണ്ട്. ഈ യുഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞ് വിശ്വസിക്കുന്നതിൽ കൂടെയാണ് രക്ഷയെന്നും, ഈ യുഗത്തിൽ യഹൂദന് യവനന് ഇല്ലെന്നും, അതുകൊണ്ട് യവനൻ അല്ലെങ്കിൽ വിജാതിയരെ യവനൻ എന്നായിരുന്നു അവർ യൂഷ്വലി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വിജാതിയർ പരിച്ഛേദന ഏൽക്കേണ്ട ആവശ്യമില്ലെന്നും, പരിച്ഛേദന ഏൽക്കാത്ത ഏതെങ്കിലും യഹൂദൻ ഈ രക്ഷിക്കപ്പെട്ടവരുടെ മധ്യേ ഉണ്ടെങ്കിൽ അവർ തിരിച്ച് യഹൂദ മതത്തിൽ പോയി പരിച്ഛേദന ഏൽക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം അവരോട് പറയുന്നു. നാം ഇന്ന് അതിൽ നിന്ന് വളരെ ദൂരെ മാറി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിച്ഛേദനയ്ക്കുള്ള പ്രഷർ ഒന്നുമില്ല. അതുകൊണ്ട് നാം കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. പരിച്ഛേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമായതുകൊണ്ട് എല്ലാവരും അറിയുന്നു. അതിനെയായി കാഴ്ചയാൽ എന്ന് പറയുന്നത്. ഇന്ന ആള് പരിച്ഛേദന ഏറ്റു എന്നുള്ളത് ദൈവജനം അറിയുന്നു. അങ്ങനെയുള്ള കാഴ്ചയാലെ അല്ല, വിശ്വാസത്താലെയാണ് നാം നടക്കുന്നത് എന്ന് ദൈവാത്മാവ് കോരിന്തിലെ വിശ്വാസികളെ ഓർപ്പിക്കുന്നു, നമ്മയും ഓർപ്പിക്കുന്നു. നമ്മൾ വിശ്വാസത്താലെ നടക്കുമ്പം പ്രശ്നം മനുഷ്യന്റെ പ്രവണത, അവൻ എല്ലാ കാര്യവും കാണണം, കണ്ണുകൊണ്ട് കാണണം. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. കണ്ണുകൊണ്ട് കാണണം. പല രീതിയിലുള്ള ചടങ്ങുകളിൽ കൂടെ കടന്നു പോകണം. അതുകൊണ്ടാണ് വേർപാടുകാര് പല രീതിയിലുള്ള ചടങ്ങുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് വേദപുസ്തകത്തിൽ ഇല്ലാത്തത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ തലമുറ, ഇന്ത്യയിലല്ല, ഇംഗ്ലണ്ടിലുള്ള ആദ്യ തലമുറ വേർപാടുകാരുടെ ഇടയ്ക്ക് വന്ന് ഒരു ഗ്രൂപ്പ് മനുഷ്യനിർമ്മിത ചടങ്ങുകൾ ഉണ്ടാക്കി ഫൈനലി വേർപാട് പ്രസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോയി ഒരു കൾട്ടായി മാറി. അതാണ് എക്സ്ക്ലൂസീവ് ബ്രദറൻ. സോ ഈ മനുഷ്യരെ, അവർക്ക് എല്ലാ കാര്യവും കാണണം. അവർക്ക് എല്ലാ കാര്യങ്ങളും ചടങ്ങിൽ കൂടെ അവർക്ക് ഭക്തി വേണം. ദൈവവചനം ഓർപ്പിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലെയാണ്. അപ്പം ഓരോ കാര്യങ്ങൾ കാണുന്നതിൽ കൂടെയല്ല, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നതിൽ കൂടെയാണ്. ആൻഡ് ചടങ്ങാണെങ്കിലും അവിടെ നമ്മൾ കാണുന്നു, ആ ചടങ്ങിൽ കൂടെ കടന്നു പോകുന്നത്. അതിൽ കൂടെയല്ല നമ്മൾ വിശ്വാസത്താലെ നടക്കുന്നതെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നു എന്ന് പിന്നെയും ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്. ഇതേ ആശയം ദൈവവചനത്തിൽ മറ്റ് പലയിടത്ത് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 6, ഫിലിപ്പി ലേഖനം 1:6, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് യേശുക്രിസ്തുവിന്റെ നാൾ വരെ പൂർത്തീകരിക്കും എന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു. ഇത് വിശ്വാസമാണ്. പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് തുടങ്ങി. ആ തുടങ്ങിയത് നമ്മുടെ ജീവിതത്തിൽ അത് ആ പൂർത്തീകരണത്തിലേക്ക്, ഓരോ ദിവസം നമ്മൾ പൂർത്തീകരണത്തിലേക്ക് അടുക്കുവാണ്. എന്നാൽ അടുക്കുന്നു എന്നുള്ളത് കാഴ്ചയിൽ കൂടെയല്ല, വിശ്വാസത്തിൽ കൂടെയാണ്. അതുകൊണ്ടാണ് എന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു എന്ന് ദൈവവചനം ഇവിടെ പറയുന്നത്. കൊലോസ്യ ലേഖനം 2:6 നാം വായിക്കുന്നത്, കൊലോസ്യർ 2:6, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റുവാങ്ങിയതുപോലെ അവനിൽ നടപ്പിൻ. ഏറ്റുവാങ്ങിയത് വിശ്വാസത്താലെയാണെന്നുള്ളത് കൊലോസ്യയിലുള്ള വിശ്വാസികൾക്കറിയാം. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വാസത്തിൽ കൂടെ ഏറ്റുവാങ്ങിയതുപോലെ വിശ്വാസത്താൽ അവനിൽ നടപ്പീൻ എന്നാണ് ഇവിടെ ഈ വാക്യം ഓർപ്പിക്കുന്നത്. എബ്രായ ലേഖനം 12:2, എബ്രായർ 12:2, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, നമ്മുടെ വിശ്വാസത്തിന്റെ സൃഷ്ടാവും
പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ, ഈ സൃഷ്ടാവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. സൃഷ്ടിച്ചത്, നമ്മുടെ വിശ്വാസം സൃഷ്ടിച്ചത് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഒരു ജീവിതത്തിൽ ഏതോ ഒരു നിമിഷത്തിൽ നമ്മൾ കർത്താവിനെ വിശ്വസിച്ചോടെ രക്ഷ നമുക്ക് ലഭിച്ചു. എല്ലാം വിശ്വാസത്തിൽ കൂടെ. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ സൃഷ്ടാവും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ടിരിപ്പീൻ. ഈവൻ കർത്താവിനെ നോക്കിക്കൊണ്ടിരിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പടം, സോ കോൾഡ് പടം, നമ്മളിപ്പം കാണുന്ന പടങ്ങളൊന്നും ആക്ച്വലി കർത്താവായ യേശുക്രിസ്തുവിന്റെ പടമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് പല ക്രിസ്തീയ വീടുകളിലെ മാസികകളിലൊക്കെയുള്ള കാണപ്പെടുന്ന പടങ്ങൾ ഇത് ഏകദേശം ഒരു 200 വർഷം പഴക്കമേ ഉള്ളൂ. അതിനേക്കാൾ പഴയ ചില പടങ്ങളുണ്ട്. അത് ഇന്നുള്ള ഈ പടവുമായിട്ട് യാതൊരു സാമ്യവുമില്ല. ഇത് യൂറോപ്പിലുള്ള ചില കലാകാരന്മാര് യൂറോപ്യൻ പുരുഷന്മാരുടെ കളർ ആൻഡ് ഫീച്ചർ ഉപയോഗിച്ച് വരച്ച പടമാണ്. ഓഫ് കോഴ്സ് ഈ പടത്തിന് ചില യൂസസ് ഉണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടി കോമിക്സ് ഒക്കെ വരയ്ക്കുമ്പം അതില് ഈ പടം ഉപയോഗിക്കാറുണ്ട്. അക്രൈസ്തവർക്ക് വേണ്ടിയുള്ള സുവിശേഷങ്ങളിൽ ഈ പടം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിശ്വാസത്തിന്റെ സൃഷ്ടാവും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ടിരിപ്പീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പടത്തെ അല്ല നോക്കുന്നത്. അതുകൊണ്ടാണ് വേർപാട് വിശ്വാസികൾ, ഈവൻ പെന്തിക്കോസ്ത് വിശ്വാസികൾ, ബാപ്റ്റിസ്റ്റുകാര്, പ്രാദേശിക സഭയിൽപ്പെട്ട ഒരു നല്ല ശതമാനം വിശ്വാസികൾ ഈ പടം അവരുടെ വീട്ടിൽ വെക്കാറില്ല. കുട്ടികളുടെ ഏതെങ്കിലും പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ അവര് അത് എതിർക്കാറില്ല. എന്നാൽ പടം വീട്ടിൽ തൂക്കിയിടാറില്ല. അതേ സമയത്ത് സമുദായങ്ങളിൽപ്പെട്ട ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കയറി ചെല്ലുന്ന റൂമിൽ തന്നെ ഈ പടത്തിന്റെ മുൻപില് ഒരു മെഴുകുതിരി, അല്ലെ മെഴുകുതിരി രൂപത്തിലുള്ള ലൈറ്റ്, അത് കാണുന്നത് വളരെ കോമൺ ആണ്. അതിന്റെ കാരണം മനുഷ്യന് കാഴ്ചയിൽ കൂടെ എല്ലാ കാര്യങ്ങളും വേണം. അത് മനുഷ്യന്റെ ഒരു പ്രവണതയാണ്. ദൈവവചനം ഓർപ്പിക്കുന്നത് അങ്ങനെയല്ല. പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ടിരിപ്പീൻ. അവൻ തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന, ഇനി കർത്താവിനെ കുറിച്ച്, അവൻ തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷ നിമിത്തം ലജ്ജയെ നിരസിച്ച് ക്രൂശിനെ സഹിച്ച് ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. ആ ക്രിസ്തുവിനെയാണ് നമ്മൾ നോക്കേണ്ടത്. പടത്തിൽ കൂടെയല്ല, രൂപത്തിൽ കൂടെയല്ല, രൂപാരാധനയിൽ കൂടെയല്ല, വിശ്വാസത്തിൽ കൂടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ഇവിടെ ഈ 3-ാം വാക്യം, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, ഒന്നാമത്തെ ലക്ഷ്യോന്മുഖിയായ ചോദ്യം, ഷോക്കിംഗ് ഒരു ചോദ്യമാണ്. നിങ്ങൾ കാണിച്ച ബുദ്ധികേടാണ്, നിങ്ങൾ ബുദ്ധികെട്ടവരോ. നമ്പർ 2, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നുവോ? മറ്റൊരു ചോദ്യം, ഷോക്കിംഗ്. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിഞ്ഞ് ഒത്തിരി കഷ്ടപ്പെട്ടു, ഇതെല്ലാം വെറുതെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 4-ാം വാക്യത്തിലോട്ട് വരുന്നു. 4 മലയാളത്തില് ട്രാൻസ്ലേറ്റേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം ഒരു വാക്യാംശം മാത്രമാണ് 4-ാമത്തേത്. 4-ാമത്തെ വാക്യം മലയാളത്തിൽ പറയുന്നത് വെറുതെ അത്രേ എന്ന് വരികിൽ. അത് ആക്ച്വലി 3-ാം വാക്യത്തിന്റെ അവസാന വാക്യാംശമായിട്ട് കണക്റ്റഡ് ആണ്. 3-ാം വാക്യത്തിന്റെ അവസാന വാക്യാംശം പറയുന്നത് ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ, വെറുതെ അത്രേ എന്ന് വരികിൽ. 3-ന്റെ ലാസ്റ്റ് വാക്യാംശം ഈ വാക്യത്തിന്റെ കൂടെ, ഇത് വാക്യം എന്ന് പറയാനില്ല, മലയാളത്തിൽ ഒരു വാക്യാംശം മാത്രമാണ്. ഇംഗ്ലീഷിലെ ട്രാൻസ്ലേറ്റേഴ്സ് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വാക്യാംശം മാത്രമായിട്ടല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പം ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ, വെറുതെ അത്രേ എന്ന് വരികിൽ.
അപ്പൊ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ആത്മാവ് പ്രാപിച്ചു കഴിഞ്ഞ് അതിനെ അവഗണിച്ച് പരിച്ഛേദനയുടെ പുറകെ പോന്നെങ്കിൽ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം അത് വെറുതെ ആയിരുന്നു. ആ കർത്താവിനെ വിശ്വസിച്ച് വെറുതെ ആയിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്ന് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. ആത്മീക ജീവിതത്തിൽ അനുരഞ്ജനത്തിൽ പെട്ടുപോകുന്ന ആളുകൾ രണ്ട് കാര്യം മറന്നു പോകാറുണ്ട്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ യാതൊരു രീതിയിലുമുള്ള കർമ്മവും കൂദാശയും ഇല്ലാതെ അവരുടെ മനസ്സിൽ രക്ഷാനിർണയം വന്നത് അവർ മറന്നു പോവുകയാണ്. രണ്ട്, അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് രക്ഷാനിർണയം പ്രാപിച്ച് ആ പുതുജീവൻ, ആ രക്ഷാനിർണയത്തോടെ ജീവിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു തുടങ്ങിയപ്പോൾ പ്ലസ് ക്രിസ്തുവിലുള്ള ഈ നവീന ജീവിതത്തിനനുസരിച്ച് നടന്നപ്പോൾ, നവീന ജീവിതത്തിനനുസരിച്ച് നടന്നപ്പോൾ ഞാൻ പറയുമ്പോൾ അതിൽ സ്നാനവും ഇൻക്ലൂഡഡ് ആണ്. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്തോ ഒരു പ്രശ്നമാണ് പലരുടെ ജീവിതത്തിൽ വരുന്നത്. ട്രഡീഷണൽ വേർപാട് കുടുംബത്തിൽ ജനിച്ച ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ വരാറില്ല. എന്നാൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വേർപാട് സഭ സക്രിയമായിട്ട് സുവിശേഷ ഘോഷണം ചെയ്യുന്ന ഒരു സഭയായതുകൊണ്ട് എല്ലാ വേർപാട് സഭകളിലും വേർപാടിന്റെ പുറത്തു നിന്നുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ട് വരാറുണ്ട്. അങ്ങനെയുള്ളവർ വളരെയധികം കോസ്റ്റ് പേ ചെയ്യേണ്ടി വരാറുണ്ട്. കോസ്റ്റ് വളരെയധികം വില കൊടുക്കേണ്ടി വരാറുണ്ട്. എനിക്ക് പരിചയമുള്ള പല സഹോദരന്മാർ അങ്ങനുണ്ട്. സമുദായങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞതോടെ അവരുടെ ജീവിതം, അവരുടെ ജീവിത രീതി, അവരുടെ ചിന്താഗതി എല്ലാം മാറ്റപ്പെട്ടു. അവർ ഇതിനു മുൻപായിരുന്ന വ്യക്തികളെ അല്ല. എന്നാൽ അവരുടെ ഭാര്യമാർക്ക് സന്തോഷമില്ല. വീട്ടിൽ നിന്ന് അവരുടെ ഭാര്യമാര് കലഹം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ രക്ഷയുടെ അനുഭവത്തിൽ സമുദായങ്ങളിൽ നിന്നോ അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നോ രക്ഷയുടെ അനുഭവത്തിൽ വന്ന പല സഹോദരിമാരെ അറിയാം. അവർക്ക് അവരുടെ രക്ഷയെക്കുറിച്ച് വീട്ടിൽ ഒരു വാക്ക് മിണ്ടാൻ സാധിക്കത്തില്ല. അവർ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചെന്നോ കർത്താവിന്റെ അനുയായികളാണെന്നോ ഒരു വാക്ക് മിണ്ടാൻ സാധിക്കത്തില്ല. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ വ്യാഴാഴ്ച ഇവിടെ എറണാകുളത്ത് ഞങ്ങൾക്കൊരു ഹൗസ് ടു ഹൗസ്, വീട് തോറും സുവിശേഷം അറിയിക്കുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. എല്ലാ തിങ്കളാഴ്ച മണീഡില് സനീഷിന്റെ അവിടെ അങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ട്. എറണാകുളത്ത് ഈ മിനിസ്ട്രി തുടങ്ങിയിട്ട് 8 വർഷമായി. മണീഡ് അതിനൊക്കെ മുൻപ് തുടങ്ങിയതാണ്, ഇടയ്ക്ക് നിന്നുപോയിട്ട് ഇപ്പൊ പിന്നെയും തുടങ്ങിയതാണ്. ഈ ശുശ്രൂഷയ്ക്ക് പോകുന്ന സഹോദരന്മാർ വീടുകളിൽ ചെന്ന് സുവിശേഷത്തിന്റെ പാക്കറ്റ് കൊടുക്കുമ്പോൾ എത്രയോ സഹോദരിമാര്, പുരുഷന്മാരില്ലാത്തപ്പോഴാണ്, എത്രയോ സഹോദരിമാര് വ്യക്തമായിട്ട് പറയാറുണ്ട്, ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രമാണ് രക്ഷിതാവായിട്ട് കാണുന്നത്, വിശ്വസിക്കുന്നത്, എന്നാൽ വീട്ടിൽ അറിഞ്ഞാൽ പ്രശ്നമാണ്. മുസ്ലിം സ്ത്രീകൾ, എത്രയോ മുസ്ലിം സ്ത്രീകൾ പറയാറുണ്ട്, ഞാൻ ഈസാ നബിയോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, എന്നാൽ ഇക്ക അറിഞ്ഞാല് പ്രശ്നമാണ്. ഇക്ക എന്നുള്ളത് ചേട്ടൻ അല്ലെ ചേട്ടായി എന്നുള്ളതിന്റെ ഉറുദു ആണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സോ ഇവരൊക്കെ ശരിയായിട്ട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഗലാത്യയില് അവർ വളരെയധികം വില കൊടുക്കേണ്ടി വന്നു.
വേർപാട് കുടുംബത്തിൽ അല്ലാത്ത ബാക്കി എല്ലാവർക്കും ഏറെക്കുറെ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലർക്ക് കുറവ്, ചിലർക്ക് വളരെയധികം. ദൈവവചനം ഓർപ്പിക്കുന്നത് അത് വെറുതെയല്ല ഇത്രയും വില കൊടുത്തത്. ഇത്രയും കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് രക്ഷ പ്രാപിച്ച് അത് കഴിഞ്ഞുള്ള അനുദിന ജീവിതത്തിൽ ഇത്രയും വില കൊടുത്തു കഴിഞ്ഞ് ഇനിയും തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ? നാം ത്യജിച്ചതിനെ രണ്ടാമത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് തന്നെ അറിയാം. ഐ എം ഷുവർ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന വിശ്വാസികൾ ഇങ്ങനെ രക്ഷയിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് മടങ്ങിപ്പോയ അറ്റ്ലീസ്റ്റ് ഒരാളെയെങ്കിലും നിങ്ങൾ അറിയുമായിരിക്കും. എനിക്ക് അനേകരെ അറിയാം. കാരണം എൻ്റെ ഫാദർ ഒരു പൈനിയർ സുവിശേഷകനായിട്ട് 1960 മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ എത്തിയപ്പോൾ അവിടെ ധാരാളം മാർത്തോമക്കാരും യാക്കോബക്കാരും കത്തോലിക്കരും രക്ഷയുടെ സന്ദേശം കേട്ട് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിരുന്നു. ധാരാളം ആളുകൾ. പപ്പ അവിടെ സുവിശേഷ വേല ചെയ്ത ഏകദേശം 40 വർഷങ്ങളിൽ 450-ലധികം ആളുകളെയാണ് പപ്പ സ്നാനപ്പെടുത്തിയത്. അതിലൊരു നല്ല ശതമാനം ആളുകൾ മാർത്തോമ, യാക്കോബ, കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. എന്നാൽ അതില് 2 പേരെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഒരാള് മാർത്തോമയിൽ നിന്ന് വന്നു. നല്ല എരിവുള്ള വിശ്വാസിയായിട്ട് നിന്നു. ചില കാരണം കൊണ്ട് മാർത്തോമയിലേക്ക് മടങ്ങിപ്പോയി. ജീവിതം മുഴുവൻ മാർത്തോമയിൽ, ബാക്കി ജീവിത ശിഷ്ടായുസ് മാർത്തോമയിൽ ചെലവഴിച്ചെങ്കിലും മാർത്തോമയിലും ഒരു പിന്മാറ്റക്കാരനെ പോലെയാണ് ജീവിച്ചത്. അല്ലാതെ സക്രിയ മാർത്തോമ വിശ്വാസിയായിട്ടല്ല. ആൻഡ് ഹെൽത്തിന്റെ കാരണം കൊണ്ട് ആ അച്ചായൻ പെട്ടെന്ന് മരിച്ചുപോയി. രാവിലെ 4 മണിക്ക് ആ മരണത്തോടടുത്തു എന്നറിഞ്ഞപ്പോൾ പുള്ളി ലാസ്റ്റിൽ പറഞ്ഞത് പാപ്പച്ചായനെ ഒന്ന് വിളിക്കണം. പപ്പായെ ഫിലിപ്പ് എബ്രഹാമിനെ പെറ്റ് നെയിം പാപ്പച്ചൻ എന്നായിരുന്നു. പാപ്പച്ചായനെ വിളിക്കണം എന്ന് രാത്രി 4 മണിക്ക് തണുപ്പ് സമയത്ത് അവരുടെ വീട്ടിൽ നിന്ന് 8 കിലോമീറ്ററോ 10 കിലോമീറ്റർ ദൂരെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പപ്പായെ വിളിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് അച്ചായൻ കടന്നുപോയി. എന്തിന് ഇത്രയും വില കൊടുത്തു കഴിഞ്ഞ് മടങ്ങിപ്പോയത്? എന്ത് പ്രയോജനം ഉണ്ടായി? വേർപാടിൽ നിൽക്കാൻ സാധിച്ചില്ല. മാർത്തോമയിൽ മടങ്ങിപ്പോയെങ്കിലും ഒരു പിന്മാറ്റക്കാരനായിട്ട് അവിടെ ജീവിച്ചു. മറ്റൊന്നൊരു യാക്കോബക്കാരനായിരുന്നു. എക്സാക്ട്ലി ഇതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, അധികം താമസിച്ചില്ല, ഇവർ രണ്ടുപേരും അധികം താമസിച്ചില്ല, ചില സമയം കഴിഞ്ഞപ്പോൾ മടങ്ങി യാക്കോബായി പോയി, അവിടെ തുടർന്നു. എന്നാൽ ഇവിടുന്ന് അവിടെ പോയെങ്കിലും അവിടെ ഒരു പിന്മാറ്റക്കാരനായിട്ടാണ് ജീവിച്ചത്. പുള്ളിയും അസമയത്ത് മരിച്ചുപോയി. മരണം പിന്മാറ്റത്തിന്റെ കാരണം കൊണ്ടാന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. അങ്ങനെ ഞാൻ സർവജ്ഞാനിയല്ല. മരിച്ചുപോയെന്ന് ജസ്റ്റ് ഹിസ്റ്ററി പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നാൽ രണ്ടുപേരുടെയും ജീവിതത്തിൽ കണ്ട ഒരു കാര്യം, അവർ വളരെ വില കൊടുത്ത് വേർപാടിൽ വന്നു. അവര് രക്ഷിക്കപ്പെട്ടു, വളരെ വില കൊടുത്ത് വേർപാടിൽ വന്നു, സ്നാനപ്പെട്ടു. എന്നാൽ അത് വിട്ടിട്ട് പോയതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനം ഉണ്ടായില്ല. മാർത്തോമക്കാരൻ മാർത്തോമയിൽ പിന്മാറ്റക്കാരനായിട്ട് ജീവിച്ചു. യാക്കോബാക്കാരൻ യാക്കോബായിൽ പിന്മാറ്റക്കാരനായിട്ട് ജീവിച്ചു. ഗലാത്യ വിശ്വാസികളെ ദൈവാത്മാവ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് ലഭിച്ച ആ വിശ്വാസം ത്യജിച്ച് അവർ പരിച്ഛേദനയിൽ പോകുവാണെങ്കിൽ അവർ യഹൂദ മതത്തിലേക്ക് മടങ്ങിപ്പോകുവാണ്. എന്നാ അവിടെ മടങ്ങി ചെന്ന് കഴിഞ്ഞ് അവർ യഹൂദന്മാരാണോ? അല്ല. കാരണം അവർ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ അനുഭവിച്ചവരാണ്, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണ്. അവർ ക്രിസ്ത്യാനികളാണോ? അല്ല. കാരണം കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച്
പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് ഈ പുതിയ ജീവിതം അനുഭവിച്ചു കഴിഞ്ഞ് ഇപ്പൊ അവർ യഹൂദന്മാരായിട്ടാണ് ജീവിക്കുന്നത്. പരിച്ഛേദനയേറ്റ് യഹൂദന്മാരായിട്ടാണ് ജീവിക്കുന്നത്. യഹൂദന്മാർക്ക് അവർ യഹൂദന്മാരല്ല, ക്രിസ്തീയ വിശ്വാസികൾക്ക് അവർ ക്രിസ്തീയ വിശ്വാസികളല്ല. ഇതാണ് ഇത് നിങ്ങൾ ചെയ്തതെല്ലാം യൂസ്ലെസ് ആയി പോയില്ലേ എന്ന് ദൈവാത്മാവ് ചോദിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. ഇതേ കാര്യം നമ്മൾ ദൈവവചനത്തിൽ പലയിടത്തും കാണുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1:12 നാം വായിക്കുന്നത്, യാക്കോബ് 1:12, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ക്രിസ്തീയ വിശ്വാസം കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് ദൈവവചനം എങ്ങും പ്രോമിസ് ചെയ്യുന്നില്ല. ക്രിസ്തീയ വിശ്വാസം പല രീതിയിലുള്ള ക്രിസ്തീയ വിശ്വാസികൾ പല രീതിയിലുള്ള പീഡനങ്ങളിൽ കൂടെയും പരീക്ഷകളിൽ കൂടെ കടന്നു പോകും. അതിൽ കൂടെ കടന്നു പോകാൻ കർത്താവ് സഹായിക്കുമെന്നേ ദൈവവചനം പ്രോമിസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ദൈവവചനം യാക്കോബിൽ ഓർപ്പിക്കുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക മനുഷ്യരെ കുറിച്ചല്ല, യാക്കോബിന്റെ ലേഖനം വിശ്വാസികളെ കുറിച്ചാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് മനുഷ്യൻ എന്നുള്ള വാക്ക് അവിടെ വന്നത്. ഇംഗ്ലീഷില് ബ്ലെസ്സഡ് ഈസ് ദ പേഴ്സൺ അല്ലെ ബ്ലെസ്സഡ് ഈസ് ദ വൺ എന്നാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പരീക്ഷ സഹിക്കുന്ന വ്യക്തി ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. സോ വിശ്വാസികളുടെ ജീവിതത്തിൽ പരീക്ഷ വരും എന്നുള്ളത് ദൈവവചനം എല്ലാ ലേഖനങ്ങളിലും, ഓൾമോസ്റ്റ് എല്ലാ ലേഖനങ്ങളിലും ഓർപ്പിക്കുന്ന കാര്യമാണ്. ആ പരീക്ഷ സഹിക്കണം എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. അങ്ങനെ പരീക്ഷ സഹിക്കുന്ന വ്യക്തിക്ക് ജീവകിരീടം ലഭിക്കും എന്നും ദൈവവചനം ഓർപ്പിക്കുന്നു. ഗലാത്യ വിശ്വാസികൾക്ക് പരീക്ഷ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരിലെ ഒരു നല്ല ശതമാനം ആളുകൾ ആടിപ്പോയി. കാരണം അവരെ തെറ്റിദ്ധരിപ്പിച്ചത് യെരുശലേമിൽ നിന്ന് വന്ന വിശ്വാസികളായിരുന്നു. അത് നമ്മളെ ഓർപ്പിക്കേണ്ടത്, ഇന്ന് നമ്മെ ഓർപ്പിക്കേണ്ടത്, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നമ്മുടെ മധ്യേ തന്നെ ഉള്ള ആളുകളാണ്. ഓർഡിനറി ആളുകളല്ല, ചിലപ്പം വലിയ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ചെറിയ 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 കാര്യങ്ങൾ പറഞ്ഞായിരിക്കും അവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, തെറ്റിലേക്ക് നയിക്കുന്നത്. എന്നാൽ അങ്ങനെ തെറ്റിൽ വീഴാതെ ആ പരീക്ഷ സഹിച്ച് കൊള്ളാവുന്നവനായി നമ്മൾ തെളിയണം. അങ്ങനെ തെളിഞ്ഞാൽ ജീവകിരീടം പ്രാപിക്കുമെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. 1 പത്രോസ് 1:6-7 നമ്മളെ ഓർപ്പിക്കുന്നത്, 1 പത്രോസ് 1:6-7 വാക്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നത്, ഇതിൽ നിങ്ങൾ ഏറ്റവും ആനന്ദിക്കുന്നു എങ്കിൽ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിതരാകേണ്ടി വന്നിരിക്കുന്നു. ഈ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തില് ചില സമയത്തെല്ലാം സന്തോഷമായിരിക്കും, എന്നാൽ എന്നും ജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും എന്ന് പറയാൻ സാധിക്കത്തില്ല. എത്രയും സമർപ്പണത്തോടെ ഒരു വ്യക്തി ജീവിക്കും, സാത്താൻ ആ വ്യക്തിയെ ശല്യപ്പെടുത്താൻ അത്രയധികം ശ്രമിക്കും. നമുക്ക് യോസേപ്പിന്റെ കാര്യം അറിയാമല്ലോ, ഇയ്യോബിന്റെ കാര്യം അറിയാമല്ലോ, ദാനിയലിന്റെ കാര്യം അറിയാമല്ലോ, ശദ്രക് മേശക് അബേദ്നെഗോയുടെ കാര്യം അറിയാമല്ലോ, യോശുവയെ കുറിച്ച്, മോശയുടെ അനുയായിയായ യോശുവ അല്ലാതൊരു യോശുവയെ കുറിച്ച് നമ്മൾ പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നു.
ഇവരുടെ എല്ലാം ജീവിതത്തിൽ പീഡനങ്ങൾ വന്നു. ഇവരെല്ലാം സ്ട്രോങ് ആയിട്ട് നിന്നു. പുതിയ നിയമം വന്നതോടെ പുതിയ നിയമത്തിൽ വിശ്വാസികൾക്ക് എതിരെയുള്ള പരീക്ഷകൾ പഴയ നിയമത്തെക്കാൾ അധികമാണ്. കാരണം പഴയ നിയമത്തിലെ വിശ്വാസികൾ അവർ അവരുടെ സ്വന്തം ജനത്തിന്റെ മധ്യയാണ് പാർത്തത്. പഴയ നിയമ വിശ്വാസികൾ അവരുടെ സ്വന്തം ജനത്തിന്റെ മധ്യേ പാർത്തതുകൊണ്ട് അവർക്ക് ഇത്രയധികം പരീക്ഷകൾ ഇല്ലായിരുന്നു. കുറച്ചു പരീക്ഷ വന്നാൽ തന്നെ ഒരു കസിൻ ദൈവവചനത്തിന് വിരോധമായി പോയാൽ തന്നെ മറ്റ് 10 കസിൻസ് ദൈവവചനത്തിന് അനുകൂലമായിട്ട്, അല്ലെ 10 അങ്കിൾസ് ദൈവവചനത്തിന് അനുകൂലമായി നിൽക്കുവാനുണ്ടായിരുന്നു. വിജാതിയർ യഹൂദന്മാരുടെ മധ്യേ ചേർന്ന വിജാതിയർ, ഉദാഹരണമായിട്ട് രാഹാബ്, രൂത്ത്, അവർ വിജാതീയ മതം വിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് യഹൂദന്മാരുടെ മധ്യേ പാർത്തപ്പോൾ അവർക്ക് അവരുടെ ബന്ധുമിത്രാദികളിൽ നിന്നുള്ള പീഡനം ഇല്ലായിരുന്നു. പഴയ നിയമം അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അതൊരു ജാതിയല്ല. അവർ ഛിന്ന ഭിന്നമായിട്ട് പലയിടത്ത് താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് പുതിയ നിയമ വിശ്വാസികൾക്ക് നാനാ പരീക്ഷകൾ വരും. അതിനാൽ ദുഃഖിക്കേണ്ടി വന്നിരിക്കുന്നു. നശിച്ചു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് കണ്ടെത്തുവാൻ അത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും മാനത്തിനും മഹത്വത്തിനും കാരണമായി തീരും. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണല്ലോ, സ്വർണം ഉപയോഗിക്കാത്തവരാണെങ്കിലും കേട്ടിട്ടുള്ളതാണല്ലോ, സ്വർണം ഉരുക്കി അതിൻ്റെ അകത്തുള്ള ആ ഇംപ്യൂരിറ്റീസ് മുഴുവൻ എടുത്തു മാറ്റും. ഈ ശർക്കരയും കൊണ്ട് പാനി ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾക്ക് അത് നല്ലപോലെ അറിയാം. ശർക്കരയും കൊണ്ട് പാനി ഉണ്ടാക്കുമ്പം അത് അങ്ങോട്ട് തിളച്ചു മറിയുമ്പം അരിപ്പയും കൊണ്ട് അതിൻ്റെ മേളിലുള്ള ആ വേസ്റ്റ് മുഴുവൻ എടുത്തു കളയാറുണ്ട്. ഇതുപോലെ തന്നെയാണ് സ്വർണം, അത് ഉരുക്കി അത് പ്യൂരിഫൈ ചെയ്യാറുണ്ട്. അത് ഉരുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചില രാസവസ്തുക്കൾ ചേർക്കും. ഈ രാസവസ്തുക്കൾ സ്വർണത്തിലുള്ള ഈ അശുദ്ധിയുമായിട്ട് റിയാക്ട് ചെയ്ത് അതിനെ ഇങ്ങനെ മേളിൽ കൊണ്ടുവരും, അത് എടുത്തു കളയാറുണ്ട്. ദൈവവചനം അത് തന്നെ ഇവിടെ ഓർപ്പിക്കുന്നത്, നശിച്ചു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ. പൊന്ന് തീയിലോട്ട് കൊണ്ട് ഇടുകയല്ല, ഇവിടെ തീയിൽ ശോധന എന്ന് പറഞ്ഞാൽ അത് ഈ ഉരുക്കുന്ന ആ പ്രോസസ്സിനെ കുറിച്ചാണ്. അപ്പം തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് കണ്ടെത്തുവാൻ അത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും മാനത്തിനും മഹത്വത്തിനും കാരണമായി തീരും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ പരിശോധനകളെല്ലാം നമ്മളെ പ്യൂരിഫൈ ചെയ്യുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഗലാത്യയിലെ വിശ്വാസികൾ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ലായിരുന്നു. എന്നാൽ ദൈവാത്മാവ് ഓരോ ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ ചോദിച്ച് ആ വിഷയങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വിശ്വാസികളായ നാം ലക്ഷ്യോന്മുഖിയായ ചോദ്യം ചോദിക്കാൻ പഠിക്കണം. പരിശോധനയിൽ കൂടെ കടന്നു പോകുന്ന വിശ്വാസികളെ ആശ്വസിപ്പിക്കാൻ പഠിപ്പിക്കണം. അവരെ ആശ്വസിപ്പിക്കുമ്പോൾ അവിടെയും ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾക്ക് ഒരു പങ്കുണ്ട്, ഒരു ഭാഗമുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവ് ഇങ്ങനെ ഈ ക്ലാസ്സിന് എന്നെ സഹായിച്ചതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.